ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ രാവിലെ നല്ല ശക്തിയായ കാറ്റുണ്ടായിരുന്നു. അപ്പോൾ കാറ്റ് മൂലമുണ്ടായ കുറേ നാശനഷ്ടങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നത്. അപ്പോൾ ഇതേണ്ട പറമ്പിൻ്റെ അവസ്ഥയാണ്. ബൗണ്ടറി വാള് കാര്യങ്ങളൊക്കെ പോയി, മരമൊക്കെ വീണ് ഭയങ്കര ദയനീയമായ അവസ്ഥയിലാണ്. നിങ്ങൾക്കപ്പോൾ വീഡിയോയിലൂടെ കാണാം. ഇത് ഫുള്ളും കടക്കാട് മേലേതല്ലേ. ഇത് ഫുള്ളും കടക്കുമ്പോ അപ്പോൾ ഇതിൽ കാണാം നിങ്ങൾക്ക് തൊഴുത്താണ്. ഇതിൻ്റെ അകത്ത് കാറ്റ് പിടിച്ചപ്പോൾ ഷെഡൊക്കെ പറഞ്ഞു പോയതാണ്. ഈ കിടക്കണ ഷെഡാണ് കേട്ടോ. ഒരു 3 മണിക്കുണ്ടായ കാറ്റിലുണ്ടായ നാശനഷ്ടങ്ങളാണ്. അപ്പോൾ ഇതൊരു തൊഴുത്തായിരുന്നു. കാറ്റ് പിടിച്ച് തൊഴുത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഡ്രസ് വർക്ക് ചെയ്തതാണ്. കാറ്റ് പിടിച്ചതിൻ്റെ അവസ്ഥയാണ്. കംപ്ലീറ്റ് തെങ്ങ് മരങ്ങൾ എല്ലാം വേണ്ടിട്ടുണ്ട്. നിങ്ങൾക്കാണ് അതിൻ്റെ അകത്തൊരു തെങ്ങും ചാഞ്ഞ് നിൽക്കണത് വീഴാൻ വേണ്ടി നിൽക്കണേണ്. ഇപ്പം കംപ്ലീറ്റ് ഏരിയകളിൽ ഇങ്ങനെ വീണ് കിടക്കണേണ്. ഇതണ്ട കംപ്ലീറ്റ് പണിയാണ്. തെങ്ങൊന്നും കാണാനേ ഇല്ല. ഒടിഞ്ഞൊക്കെ ഇരിക്കണം. നിങ്ങൾക്കപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് കരുതാണ്. ഇതാണ് വേറൊരു അവസ്ഥ. ബൗണ്ടറി ഇട്ടേച്ച ഷീറ്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. മഹാഗണി മരമാണ് ഈ കിടക്കണത്. കാറ്റത്ത് പോയേക്കണേ കേട്ടോ. കണ്ട ആ വീടിൻ്റെയൊക്കെ ഫ്രണ്ട് ഏകദേശം പോയി. മരം വീണിട്ടെ ഇനിയുണ്ട്, കഴിഞ്ഞിട്ടൊന്നുമില്ല, കാണാനുള്ളു ഇനി. ഇത് കണ്ട മഹാഗണിയാണ് കേട്ടോ മരം. വേറെ പാടിയാണ് വീണേക്കണത്. അടക്കാമരം കാര്യങ്ങൾ. പിന്നെ ഇതൊരു പഞ്ഞിമരം. കംപ്ലീറ്റ് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്. ഒരു കാറ്റ് കാരണം. കണ്ട ഇവിടെയും പണി ആയ പണിയാണ്. കണ്ട മരമൊക്കെ വീണേക്കണത് പ്രതീക്ഷിച്ചില്ല ഒട്ടും. നിങ്ങൾക്ക് ശബ്ദമൊക്കെ കേൾക്കാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മരം മുറിക്കണതൊക്കെ. അടുത്തത് ഇതാണ് ഈ ബൗണ്ടറി വാളെന്ന് കാണിച്ച ഷീറ്റാണ്. കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അടുത്തത് ഷീറ്റ് കംപ്ലീറ്റ് അങ്ങ വീണേക്കണേണ് കാണുന്നത്. ഒരു മരം ഒടിഞ്ഞേക്കാണ്. ഇതിപ്പോൾ ഞങ്ങൾ കണ്ടോ കംപ്ലീറ്റ് മരങ്ങൾ വീണ് മിനിമം ആ വീടിൻ്റെ ഓട് വരെ തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. വേണ്ട ഷീറ്റൊക്കെ ഒരുമാതിരി പ്രളയത്തിനും കഷ്ടമുള്ളൊരു കാറ്റൊന്നും. ഞാനൊരു ടാങ്കൊക്കെ പറന്ന് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണെന്നാവോ പൊളിഞ്ഞു പോയി തോന്നുന്നു. ടാങ്ക് കണ്ട
മരം തേ കിടക്കണം, കുറേ അടപ്പുണ്ടോ ഇവിടെ. അടുത്ത് മരം വീണേക്കണത്. പണിയായി പോയി. ഓ ഇതേനാ വേലിയാണ് ബൗണ്ടറി വാള് വീണ് കിടക്കണം. നിങ്ങൾക്കിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമ്പോൾ എങ്ങനെയുണ്ട് അവസ്ഥ. ഒരു രാവിലെ ഒരു 3 മണിക്കുണ്ടായ ഒരു കാറ്റാണ്. വളരെ ദയനീയ അവസ്ഥയാണ് എല്ലാ സ്ഥലത്തും. ചില സ്ഥലത്തൊക്കെ വീടൊക്കെ പറന്നു പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇത്. കണ്ടോ ഇവിടെയൊക്കെ മരമൊക്കെ അത്യാവശ്യ രീതിയിൽ വീണിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നിരവധി പോസ്റ്റ് കാര്യങ്ങൾ വീണ് വൻ നാശനഷ്ടമാണ് ഉണ്ടായേക്കണത്. ഈ ഒരു കൊറോണ സാഹചര്യമാണ്. നമുക്കറിയാം എന്തോരം കഷ്ടപ്പെടേണ്ടുന്ന ആളുകൾ. കണ്ടോ കംപ്ലീറ്റ് വീണു, ഒന്നും ഇല്ലാണ്ട് വീണ് കിടക്കണേ. ഗൈസ് നമുക്ക് ഈ വീഡിയോയിൽ കാണാം എന്തോരം മരങ്ങളാണ് വീണേക്കണതെന്ന്. കണ്ട ഇവിടെ ഒരു മാവൊക്കെ ഇരുന്നേച്ചാണ്. ആ വീടിൻ്റെ പൊക്കത്തോട്ടാണ് ആ വീട് തീർന്നു. കണ്ട തെങ്ങ് കണ്ട ഈ ഒരു പോസ്റ്റാണ് വീണിരിക്കണത്. ഇതേനാ ബാക്കിയുള്ളത് കാണാനില്ല. ഇവിടെ എവിടെയോ വീണ് കിടപ്പുണ്ട് പോസ്റ്റിൻ്റെ കമ്പികൾ. കണ്ടത് അവിടെയാണ് ആ പോസ്റ്റിൻ്റെ കമ്പി വീണതായിട്ട് കാണുന്നത്. കംപ്ലീറ്റ് വീണേക്കണതാണ്. നല്ലൊരു അടിപൊളി കൊടുങ്കാറ്റായിരുന്നു. കണ്ട മരങ്ങളൊക്കെ ഒന്നുമില്ല, തണൽ മരങ്ങളൊക്കെ പോയി കംപ്ലീറ്റ്. ഇതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് തെങ്ങിൻ്റെ ഒരു അവസ്ഥയാണ്. നേരെ ഇന്നുവെച്ച തെങ്ങാണ്. ഇപ്പം താഴേൽ കിടക്കാനാണ് യോഗം. ഇതാണ് കേട്ടോ തെങ്ങിൻ്റെ ഒരു അവസ്ഥ വഴിയിലെ. തെങ്ങൊക്കെ പകുതിയായിട്ട് വീണ് കിടക്കണതാണ്. കണ്ട കംപ്ലീറ്റ് വീണ് കിടക്കണതാണ്. വേന ഒരു വീടിൻ്റെ പൊക്കത്തോട് വീണ് കിടക്കണ. ഇപ്പുറത്ത് ഇവിടെ നിന്ന് അങ്ങാട് കംപ്ലീറ്റും മോനെ വീണ് കിടക്കണുണ്ടല്ല. നിങ്ങൾക്ക് കാണാം അങ്ങാടൊരു സർവീസ് വഴിയായിട്ട് പോയേക്കണം ഷെഡിലോട്ട്. കണ്ട അവിടെ തന്നെ ഒരു തെങ്ങ് വീണ്. അപ്പം നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം എന്തോരം വലിയ കാറ്റായിരിക്കും വന്നേന്ന്. ആള് കണ്ട തെങ്ങൊക്കെ അങ്ങ് ഒടിഞ്ഞ് ഒരു പാകമായിട്ടുണ്ട്. ഒരു ചെറിയൊരു കാറ്റാണെന്ന് തോന്നുന്നു. നല്ല പണിയായിട്ടുണ്ട്. ഒരു തെങ്ങ് വേറെ പാടി ചരിഞ്ഞേക്കാണ്. കണ്ടോ വേറെ പാടി ഒരു മരത്തുമ്മ ചരിഞ്ഞേക്കണേ. കണ്ണാടി ജനലുകളൊക്കെ നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. ഇപ്പുറത്താണെങ്കിൽ കാണാട്ടെ മരം വീണേക്കണത്. ജനലുകളൊക്കെ പോയി. അതാണ് ഷെഡ് ഉണ്ടായത്. ഷെഡ് കാറ്റത്ത് പറന്നുപോയി. കൊണ്ട് ഒടിഞ്ഞ് നുറുകിയിരിക്കണ അവസ്ഥയാണ് കാണുന്നത്. നല്ല മഴയുണ്ടാ. ഒരു മരം കിടക്കണേ. വേറൊരു മരം തല പോയത്. ഒരു തെങ്ങുണ്ട തല പോയത്.
കിടക്കണ അവസ്ഥ ഉണ്ടോ? ചുഴലിക്കാറ്റായിരുന്നു. ഞാൻ അവിടെ നിന്ന് അങ്ങാടെ കംപ്ലീറ്റ് പോയിരിക്കണേ. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ വരെ പേടിച്ചോ നിങ്ങൾ. അങ്ങനെ രീതിയിലാണ് ഇപ്പം ഈ ഒരു കാറ്റ് ഒന്നാറണം കിടക്കണത്. അപ്പം നിങ്ങൾക്ക് കാണാൻ അകത്ത് ഒന്നാമത് നല്ല മഴയുണ്ടോ, അത്യാവശ്യം കാണാത്ത രീതിയിലൊക്കെയാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യണത്. അതുകൊണ്ടോ കംപ്ലീറ്റ് വീണ് കിടക്കണേണ്. കണ്ടോ കംപ്ലീറ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കണത്. കാണാല്ലേ അവസ്ഥയൊക്കെ കണ്ട കംപ്ലീറ്റ് വീണ് കിടക്കണേ. ഒന്നുമില്ല ഇനി വീഴാൻ. കണ്ട കടപൊഴുകി വീണേക്കണേണ്. കണ്ടോ ഇതാണ് നമ്മുടെ മീൻ പിടിക്കണ വലയുണ്ട് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പം. കംപ്ലീറ്റ് പോയി. നിങ്ങൾക്കറിയാം ചീന വല ഫോട്ടോ വെച്ചൊക്കെ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം മീൻ പിടിക്കണ നെറ്റ് കാര്യങ്ങൾ അതൊക്കെ നശിഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ആളുകളുടെ അത്യാവശ്യ രീതിയിൽ പോയിട്ടുണ്ട്. വേണ്ട വേരൊക്കെ ഇതായിട്ട് ഇരിക്കണത്. ഒരു കാറ്റ് വന്നതിൻ്റെ ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് എന്താ സംഭവിച്ചെന്ന് ആർക്കാർക്കും പറയാത്ത അവസ്ഥയിലാണ്. ചുഴലിക്കാറ്റാണോ എന്താണോ എന്നൊന്നും അറിഞ്ഞൂടാ ആളുകൾക്ക്. കംപ്ലീറ്റ് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതാണ്ട് നമ്മുടെ ഒരു വല പോയി കിടക്കണുണ്ട്. ഒന്നുമില്ല, വല അടക്കം പോയി. പിന്നെ അപ്പുറത്തുണ്ട് വേറെ ഒരാക്കട. അതിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ നിങ്ങൾ? ഒന്നുമില്ലാണ്ട് ചരിഞ്ഞ് വിരിഞ്ഞൊക്കെ പോയി കിടക്കണേണ്. നിരവധി ഉണ്ട് അങ്ങനെ. പിന്നെ അവിടെയൊക്കെ കാണാം നിങ്ങൾക്ക് വീടിൻ്റെ കാര്യങ്ങളൊക്കെ പോയിരിക്കണേ.